ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 8 ബ്രെഡാണ്. ഒരു ബ്രെഡിനെ 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് മിൽമ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. നെയ്യും സൺഫ്ലവർ ഓയിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ ഒന്ന് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലിട്ടൊന്ന് ചൂടാക്കി മൊരിച്ചെടുത്താലും മതി. മിൽമ നെയ്യെടുത്ത് ടോസ്റ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഈ സ്നാക്സിന് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡുകളെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം ചൂടായതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം. സ്നാക്സിന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. 2 ഭാഗവും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കേണ്ടതാണ്. കുറച്ച് സമയം ഇതുപോലെ വെച്ചാൽ തന്നെ അത് മൊരിഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ബ്രെഡെല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കൊത്തി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കണം. ഇതിനായിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ്. സവാള എല്ലാം ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് 2 ഏലക്ക, ചെറിയ കഷ്ണം ജാതിക്ക, 2 മണി കുരുമുളക് എന്നിവ പൊടിച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ജാതിക്ക ചെറിയ കഷ്ണം മതി കേട്ടോ. ഒരു ജാതിക്കയുടെ 1/4 ഭാഗം തന്നെ വേണ്ടി വരില്ല. തക്കാളി എല്ലാം നന്നായി വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും അത്ര നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം. ബൈ.